ഫിറ്റ്നസ് എനിക്ക് ഇഷ്ടമായിരുന്നു, പണ്ടോട്ടേ ഇഷ്ടമായിരുന്നു. പക്ഷേ ജിമ്മിൽ അങ്ങനെ പോകാനായിട്ട് വീട്ടിൽ സമ്മതിക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ബൈക്ക് റൈഡറൂടെ ആയിരുന്നു. ആ ടൈമിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഫിസിയോതെറാപ്പി പറഞ്ഞു ഡോക്ടർ. അങ്ങനെ വീട്ടിലിങ്ങനെ ചെറിയ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഞാൻ തന്നെ ചെറിയ ചെറിയ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കി. മെഷീൻസ് മീൻസ് വെയിറ്റ് ഒക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ബോഡിയിൽ ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയാണ് ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുന്നത്. ആരതി കൃഷ്ണ എല്ലാവർക്കും അറിയുണ്ടാവും. കേരളത്തിലുള്ള എല്ലാവരും അറിയും, കേരളത്തിന് പുറത്തുള്ള ആളുകളും അറിയും. ഓക്കെ, അതായത് സ്റ്റീൽ ബോഡിയാണ് എന്നൊക്കെ പറഞ്ഞാണ് അറിയപ്പെടുന്നത്. ഒരു കൂട്ടം ആളുകൾ ശരിക്കും ആരതി കൃഷ്ണയെ വേട്ടയാടുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയുക? അതായത് പുരുഷന്റെ ശരീരവുമായിട്ട് ഒരു സ്ത്രീ, അത് ശരിക്ക് ഒരു സ്ത്രീക്ക് ഇണങ്ങിയതല്ല. സ്ത്രീയുടെ ശരീരം മൃദുവാർന്നതാകണം, ഇങ്ങനെയാവരുത്. അങ്ങനെ പല അഭിപ്രായങ്ങളും പറയും. സോഷ്യൽ മീഡിയയിലാണ് ഇവർ പോസ്റ്റ് ഇടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആർക്ക് എന്തും ഇടാലോ. ഓക്കെ, അങ്ങനെയാണ്. പക്ഷെ തെറിയൊന്നും പറയുന്നില്ല. പ്രധാനമായിട്ടും പറയുന്നത് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അഭിപ്രായം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സ്ത്രീയും തയ്യാറാവാത്ത ഒരു മേഖല, അല്ലെങ്കിൽ അതിലേക്ക് വരാൻ താല്പര്യപ്പെടാത്ത ഒരു മേഖല, ആ മേഖലയിലേക്ക് പോയിട്ട് അവിടുന്ന് വലിയ രീതിയിൽ ലൈഫിൽ വലിയ അച്ചീവ്മെൻ്റ് ഒക്കെ നേടുകയാണ്. മിസ്റ്റർ കേരള, സോറി മിസ് കേരള, എങ്ങനെ പറയാല്ലേ, അത് നേടിക്കൊണ്ട് അവർ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബോഡി ബിൽഡറായി മാറുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ ടോപ്പ് ബോഡി ബിൽഡേഴ്സ്, വുമൺ ബോഡി ബിൽഡേഴ്സിൻ്റെ അത്രയ്ക്കൊന്നും ഫിസിക്കൊന്നും അവർക്കില്ല. കേരളത്തിൽ തന്നെ ഇവരെക്കാൾ ടോപ്പ് ഫിസിക്കുള്ള ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, ലേഡീസ്. പക്ഷെ അവരൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ആരതി കൃഷ്ണ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അവർ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിച്ചത് കൊണ്ട് തന്നെയാണ്, അല്ലേ? ഇപ്പോൾ എവിടെയോ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് വന്നൊരു വീഡിയോ, ആ വീഡിയോന്റെ അടിയിൽ വന്നത് നിങ്ങളൊരു ബോഡി ബിൽഡർ അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള വസ്ത്രം ധരിക്കൂ, ഞാനൊരു സ്ത്രീയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു ബ്രാ പോലത്തെ സാധനങ്ങളൊന്നും ഇടാതിരിക്കൂ എന്നൊക്കെയാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത്. അതായത് ചില സ്ത്രീകൾക്ക് ഈ ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയില്ല. ശരിയാണ്, കൂടുതലും കുടുംബിനികളായിട്ടുള്ള സ്ത്രീകളാണ് അല്ലെ നമ്മുടെ ചുറ്റിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഒരിക്കലും ആരതി കൃഷ്ണയുടെ പ്രശ്നമല്ലല്ലോ, അത് നിങ്ങളുടെ പ്രശ്നമായിട്ടല്ലേ. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ ജീവിക്കുന്നു, അല്ലെ? ആരതി കൃഷ്ണയുടെ ആഗ്രഹം അറിയപ്പെടുന്ന ഒരു ബോഡി ബിൽഡർ ആവുന്നു. ഒരിക്കലും വെറും ഒരു ഫിറ്റ്നസ് മാത്രമല്ല ആഗ്രഹിച്ചത്, ഒരു ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഇന്റർവ്യൂവിൽ ഇടയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ ഓക്കെ ഒന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി, എന്ന് വെച്ചാൽ ഞാൻ റോങ് അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ആ ഫീൽഡിൽ എനിക്ക് എന്തെങ്കിലും ആയി കാണിക്കാൻ പറ്റി. അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. നല്ലത് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഒന്നും ആവാണ്ട് പോയില്ല. അത് തീർച്ചയായിട്ടും ഒന്നും ആവാതെ പോയിട്ടൊന്നുമില്ല. എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബോഡി ബിൽഡർ ആണെന്ന രീതിയിൽ തന്നെയാണ് ആരതി കൃഷ്ണ അറിയപ്പെടുന്നത്. പക്ഷെ അവരുടെ അച്ഛൻ ഇവരോട് വല്ലാത്ത സംസാരിക്കാറില്ല എന്നുള്ളത്. പിന്നെ ചില നാട്ടിലുള്ള ആളുകൾക്ക് എതിർപ്പുണ്ട് എന്ന് പറയുന്നു. എതിർപ്പുള്ള ആളുകളുണ്ടാവും, പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതമാണ് ജീവിച്ചു പോകുന്നത്. ആരുടെയും തോളിൽ ഏന്തിക്കൊണ്ടല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കാലിൽ, സ്വന്തം കാലിൽ നടന്നു പോകുന്നു. ഇതിൽ പല ആണുങ്ങളും പറയുന്ന കമന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ ശരീരം മൃദുവായിരിക്കണം, ഇത് വലിയ കാഠിന്യമുള്ളതാണ് എന്നൊക്കെ. അങ്ങനെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ അല്ലല്ലോ ആരതി കൃഷ്ണ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാൾ വരുമ്പോൾ അവരുമായിട്ട് വിവാഹം കഴിക്കും. അപ്പോൾ ഈ ഫിസിക്ക് ഈ രീതിയിലേക്ക് മാറുന്നത് ഇവർക്ക് ബോഡി ബിൽഡേഴ്സിന് മാത്രമല്ല, അത്ലറ്റുകൾക്കും അങ്ങനെ തന്നെയാണ്. പല അത്ലറ്റുകളുടെയും ശരീരം ശരിക്കും സ്ത്രീയുടെ ശരീരം പുരുഷന്റെ ശരീരത്തെ പോലെ കരുത്തുള്ളതാവുമ്പോഴാണ് അവർക്ക് അത്ലറ്റ് മേഖലയിൽ തിളങ്ങാൻ കഴിയുള്ളൂ. ഒരിക്കലും സ്ത്രീയുടെ ആ ഒരു ശരീരം കൊണ്ട് മാത്രമായിട്ട്, ആ ഒരു സ്ട്രെങ്തൻ കൊണ്ട് അവർക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഈ ഒരു ബോഡിയുടെ ഈ ഒരു അന്തരം തന്നെയാണ് പലപ്പോഴും ആ ഒരു ബോഡി ബിൽഡിംഗ് രംഗത്തേക്കോ അത്ലറ്റ് രംഗത്തേക്കോ കടന്നു വരുമ്പോൾ അത് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പുരുഷന്റെ രൂപം ഉണ്ടാവും. അതിന് നിങ്ങൾ ഹിജഡ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നത് ഞാൻ കണ്ടു. അതൊന്നും ശരിക്കും മാന്യമായിട്ടുള്ള ഒരു രീതിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹിജഡ എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാൽ പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സും ഉണ്ട് എന്നുള്ളതാണ്. ജിമ്മിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം ആണിൻ്റെ പോലെ കരുത്തുള്ളതാവും. കാരണം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുതൽ പുരുഷന്മാരിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മസിൽസിന് പെട്ടെന്ന് വലുപ്പം വയ്ക്കാൻ അത് കാരണമാകുന്നത്. പക്ഷേ സ്ത്രീകളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറവാണ്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അംശം കൂടുമ്പോൾ അവരാരായി മാറുന്നു? പുരുഷനായി മാറുന്നു. ശബ്ദം പോലും പുരുഷനേതായി മാറുന്നു. അപ്പോൾ ആരതി കൃഷ്ണയുടെ തന്നെ പഴയ ശബ്ദവും ഈ ഒരു ശബ്ദവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് നിരന്തരം സ്ട്രെങ്തൻ എക്സസൈസുകൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഒരു രീതിയിൽ ശരീരം മാറുന്നതും ശബ്ദം മാറുന്നതും എന്നുള്ളതാണ്. അപ്പോൾ
ഇപ്പോഴും സമൂഹത്തിൽ നിന്ന് മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് അവരെ ആളുകൾ കാണുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഫീൽഡിൽ അധികം ഇപ്പോൾ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടായിരുന്നു പെൺകുട്ടികൾ, എന്നാലും ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഇറങ്ങുന്നവരെ പോലും ആരും അറിയുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ കോമ്പറ്റീഷൻ ഇറങ്ങിയിരുന്ന ടൈമിൽ എന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഒരു ഓണത്തിൻ്റെ ഒരു പോസിംഗ് വീഡിയോ വൈറലായതിനു ശേഷമാണ് അറിഞ്ഞു തുടങ്ങിയത്. പിന്നീട് ഞാൻ വന്നതിന് ശേഷം വേറെ പെൺകുട്ടികളുണ്ട് എന്ന ആൾക്കാർ അറിഞ്ഞിട്ട് അങ്ങനെയും കുറേ ഫെയിമായിട്ട് വന്നിട്ടുണ്ട്, അറിയാതിരുന്നവരൊക്കെ. പിന്നെ ഇപ്പോൾ പിന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇറങ്ങുന്നുണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഫിറ്റ്നസ് മോഡലിംഗ് എന്നല്ലാണ്ട് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകം അത് സ്റ്റിറോയിഡ് തന്നെ. സ്റ്റിറോയിഡ് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു ബോഡി ബിൽഡർ രംഗത്ത് തിളങ്ങാൻ ഒരു മേഖലയിലുള്ളവർക്കും കഴിയില്ല. പക്ഷേ സ്ത്രീകളുടെ ബോഡി ബിൽഡിംഗ് രംഗം കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരതി കൃഷ്ണകട്ടയൊക്കെ കിഡിലൻ ബോഡിയുള്ള, പുരുഷനെ വെല്ലുന്ന തരത്തിൽ ബോഡിയുള്ള സ്ത്രീകളുണ്ട്. അപ്പോൾ ആരതി കൃഷ്ണ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ എത്തുന്നത്. പക്ഷെ അതവർ കൃത്യമായിട്ട് യൂസ് ചെയ്തു, അവരെ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയായിട്ട് അത് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ മേഖലയിൽ ഒന്നുകൂടി എളുപ്പമാണ്. അതായത് കുറച്ച് ഫിസിക്കും കുറച്ച് മസിൽസ് മതി, അത്രയേ ഉള്ളൂ. അത് വെച്ച് മലപ്പുറം കേരളമൊക്കെ ആവാം. അപ്പോൾ ഈ ഒരു മേഖലയിൽ വലിയൊരു കാര്യം വേറെ ഒരു വലിയ നേട്ടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ റെയിൽവേ പോലെയുള്ള ജോലികളിലേക്ക് കയറാനൊക്കെ നിരന്തരം മിസ്റ്റർ കേരളയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിട്ടും എന്നുള്ളതാണ്. മീൻസ് മിസ്റ്റർ ഇന്ത്യയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആരതി കൃഷ്ണൻ കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അച്ചീവ് ചെയ്യാൻ കഴിയും. പക്ഷേ സ്റ്റിറോയിഡ് എന്ന ഈ ഒരു സാധനം ഇല്ലാണ്ട് നമുക്ക് ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അംശം അളവ് കൂട്ടുന്നതോ മസിൽസ് പെരുപ്പിക്കാനോ കഴിയില്ല എന്നുള്ളൊരു തന്നെയാണ് ഇന്ത്യയിലുള്ളത്. കാരണം പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ചില പ്രോട്ടീൻസ് കഴിച്ചാൽ പെട്ടെന്ന് മാറ്റം വരും. സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അംശം കൂട്ടേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ പുരുഷനായി മാറുന്ന തരത്തിലേക്ക് മാറും. ഇപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതല്ലാതെ പുറത്തുനിന്ന് ഇവരെയൊക്കെ ഒരു സ്ത്രീയായിട്ട് എങ്ങനെ പരിഗണിക്കുന്നു എന്ന് പറയുന്നവർ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് അവിടെ മാറിപ്പോവുക എന്നുള്ളതാണ്. അത് ഹൈപ്പോ മീൻസ് അത് ഓരോ ഫീൽഡാണ്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഫീൽഡാണ്, ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വേറെ ഫീൽഡാണ്. ബോഡി ബിൽഡിംഗ് അങ്ങനെ ആയേ പറ്റുള്ളൂ, ബോഡി ബിൽഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി മസിൽസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ തെറ്റായ രീതിയിൽ മോശമായിട്ട് ആൾക്കാർ കളിയാക്കിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ബെയർ ചെയ്യാൻ പറ്റുന്നവർ മുന്നോട്ട് പോകും. എനിക്കിപ്പോൾ ബെയർ ചെയ്യാൻ പറ്റും, കാര്യം എൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ്, എൻ്റെ ബോഡി ഇങ്ങനെ എനിക്കെന്നാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫെമിനിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫെയിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് കുറേയൊക്കെ ഫെമിനിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന്. പക്ഷേ അപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വലിയ വലിയ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് നല്ല രീതിയിൽ മെഡിസിൻ എടുത്താലേ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഫെമിനിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രോട്ടീൻ പൗഡർ മാത്രം കഴിച്ച് കുറച്ച് ഫുഡൊക്കെ ക്രമീകരിച്ച് ബോഡി ബിൽഡിംഗ് രംഗത്ത് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുക. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറവായ സ്ഥിതിക്ക് അവർക്ക് ബോഡി വലിയ രീതിയിൽ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരും. അപ്പോൾ മിസ്റ്റർ ഇന്ത്യയിലേക്കൊന്നും മത്സരിക്കാൻ ഒരു താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാനൊരു സ്ത്രീ ആയിട്ട് തന്നെ തുടർന്നുകൊണ്ട് ബോഡി ബിൽഡിംഗ് രംഗത്ത് തുടരുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരീരം കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല, മനസ്സുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ. കാരണം നിരന്തരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ മുഖത്ത് പോലും പേശികളുണ്ട്. ഇവർ പരമാവധി പോസ് ചെയ്യണ സമയത്ത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, പരമാവധി പല്ലിങ്ങനെ കടിച്ച് പിടിച്ചിട്ടൊക്കെയാണ് എക്സസൈസ് ചെയ്യുന്നതൊക്കെ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള മസിൽസിനൊക്കെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തും, നല്ല രീതിയിൽ പ്രഷർ വരും. അപ്പോൾ മുഖം പതുക്കെ പുരുഷ രൂപത്തിലേക്ക് മാറും. പിന്നെ ആകെ ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു മുടി കാണുമ്പോഴാണ് ആ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു എന്ന് പറയാം. ആരതി കൃഷ്ണയും നിരന്തരം ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുരുഷ ശരീരമായി മാറും, പുരുഷനെ പോലെ ശബ്ദവുമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരാളെ തളർത്താൻ വേണ്ടിയോ അവരെ ഇതാക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. ചില സ്ത്രീകളുണ്ട്, അവർക്ക് ഈ ഒരു വിഷയം ഇവരെ ഈ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് വന്നതുപോലും ഇഷ്ടമല്ല, അവരുടെ ശരീരം കാണുന്നത് ദേഷ്യമാണ്, പിന്നെ അവർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്നത് ദേഷ്യമാണ്, അവരെ പല രീതിയിലും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയുണ്ടല്ലോ, ആ വഴിയിലൂടെ നിങ്ങൾ പോകാം. സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മൊബൈൽ ഫോണിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് കാണാം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ വേണ്ട ഒഴിവാക്കി പോവാം. പക്ഷേ വേറൊരാളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് കമൻറ്റ് ഇടുന്നത് അത് അത്ര മോശമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് നല്ലതല്ല. പുരുഷന്മാരോട് സ്ത്രീകളുടെ ശരീരം ഇങ്ങനെയാണ് വർണ്ണിച്ച് ഇത് പുരുഷ ശരീരം പോലെയാണ്, ഹിജടയാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയുന്നത്, നിങ്ങളെയൊന്നും ആരതി കൃഷ്ണ പ്രപ്പോസ് ചെയ്യുകയോ വിവാഹം കഴിക്കാൻ വരുമോ എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ കാത്തിരിപ്പുണ്ടാവും, അവർ വിവാഹം കഴിക്കാൻ അവർ തയ്യാറായിട്ടുമുണ്ടാവാം. ചിലപ്പോൾ ഒരുപക്ഷെ അവർ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ അതൊന്നും നിങ്ങളെയും ബാധിക്കുന്ന വിഷയമല്ല. ആരതി കൃഷ്ണ അവരുടെ ഇന്ത്യയിൽ അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. ഏത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എല്ലാത്തിനും അവർക്ക് അതിൻ്റേത് കാര്യങ്ങളുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ
ഇവർക്കൊരു നേട്ടം കൈവരിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഞാൻ പറഞ്ഞല്ലോ, റെയിൽവേയിലൊക്കെ ജോലി കിട്ടാൻ ബോഡി ബിൽഡേഴ്സിന് എളുപ്പമാണ്. സ്ത്രീകളാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ്. അത് ഏത് മേഖലയിലാണെങ്കിൽ സ്ത്രീകൾക്ക് ഒന്നും കൂടി എളുപ്പമുണ്ട്. കാരണം ആരും കയറി ചെല്ലാത്ത പല മേഖലയിലേക്കും നമ്മൾ ഇടിച്ചു കയറി ചെല്ലുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലൊക്കെ ശോഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ സ്പോർട്സ് കോട്ടയിൽ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ബോഡി ബിൽഡിങ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ വലിയ കാര്യം തന്നെയാണ്, ഫിറ്റ്നസ്സൊക്കെ. അപ്പോൾ അതിനൊരു സാധ്യത അവിടെയുണ്ട്. പിന്നെ അത്യാവശ്യം കാലിബറുള്ള, സംസാരിക്കാൻ അറിയാം, ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടിയാണെന്നാണ് ഞാനും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പല ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ അഭിനയിക്കാനുള്ള കഴിവുണ്ടോ എന്നൊരു ചോദിക്കുന്നുണ്ട്. പക്ഷെ അഭിനയിക്കാൻ ഇവർക്ക് യാതൊരു കഴിവില്ല എന്ന് അവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ തന്നെ യാതൊരു തരത്തിലുള്ള വലിയ എക്സ്പ്രഷൻസ് ഒന്നും വരില്ല. അപ്പോൾ അത് ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അവരെ മേഖല ബോഡി ബിൽഡിംഗ്, ഫിറ്റ്നസ് മേഖലയാണ്. അതിൽ അവർ ശോഭിക്കുന്നു, പണമുണ്ടാക്കുന്നു. കണ്ണുകടിയുള്ളവർ കണ്ണടച്ചിരിക്കുക.